അപരാധം കപ്പിൾസ്. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവ് അല്ലായിരുന്നു, പക്ഷെ നമ്മൾ വളരെ ആക്റ്റീവായിട്ട് മറ്റൊരാടെ തൂക്ക് മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആരെയും കളിയാക്കരുത്. ഞാൻ പാട്ട് ലിപ്സ്റ്റിങ് ചെയ്യുന്നവരെ ഒരുപാട് കളിയാക്കുകയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ആരെ കളിയാക്കുന്നു അതായി തീരും നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ്. നീ കാലില്ലാത്തവനെ കളിയാക്കിയാൽ നാളെ എന്റെ സമാനം പറ്റുമോ? ഈ ഗ്രാമത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ആക്റ്റീവായി. അമലാശാരി ഓ ലവ് ലവ് ലവ്. ഈ വീഡിയോ ഒക്കെ പ്രൈവറ്റ് ആക്കിയേക്കാം. ഒരു മിനിറ്റ്, ഇതൊക്കെ പ്രൈവറ്റ് ആക്കിയേക്കാം. എന്ത് ചെയ്യും? ഊക്കടാ ഊക്കിവന്. ഞാൻ കുഞ്ഞിക്കടാ. അല്ലെങ്കിൽ തന്നെ ഈ സൈഡിൽ ഇരിക്കുന്നത് എന്ത് കാണിക്കുന്നത്? ഇത് വേറെ വല്ലവരായിരുന്നു ഞാനും ഊക്കിയാണ്. ഇതുകൊണ്ട് എനിക്കപ്പോ മനസ്സിലായ ഒരു കാര്യമാണ്, നമ്മൾ ആരെ കളിയാക്കുന്നു നമ്മൾ അതായി തീരാൻ ചാൻസ് ഉണ്ട്. നാളെ നീ കാലില്ലാത്തവരെ കളിയാക്കിയാൽ the way he looks at her. ടെൻഷൻ അടിച്ചിട്ടാണ് ഈ പരിപാടി. ഒന്നും എനിക്ക് അറിയത്തില്ല. ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്നെ ആൾക്കാർ ഊപ്പൊന്ന് മേടിച്ചിട്ടാ. ലവ് പண்ற അത് ഇത് ഊരിക്കിട്ട സൊല്ലി അടിച്ച് മൂഞ്ചി ഞാൻ ഉടച്ചിടും. എനിക്ക് പരിപാടി ഒന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ വേറെന്തോ. പിന്നെ നിങ്ങൾ എന്നെ ഊക്കിയെന്നും പറഞ്ഞോണ്ട് എനിക്ക് അങ്ങ് വലിയ തോന്നാൻ പോകുന്നില്ല. കാരണം ആ കാർ ഓടിച്ചിരുന്ന ഊബറെണ്ണം വരെ എന്നെ ഊക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ എന്തുവാ നിങ്ങൾ ഊക്കിയ? നിങ്ങൾ എന്നെ കമന്റ് സെക്ഷനിൽ ഡുവോ വൈനർ എന്ന് കളിയാക്കി ഒരു അക്കൗണ്ട് ഉണ്ട്. ഇപ്പം സ്വന്തമായിട്ട് ഡുവോ വൈനർ 11K ഫോളോവേഴ്സ് ഒക്കെ ഉണ്ട്. ഈ ഫോട്ടോ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചാണ് ഇതൊരു നോർമൽ ഒരു ഫോട്ടോ എന്ന്. പക്ഷെ അത് അങ്ങനല്ല. ഈ ഫോട്ടോയുടെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് പിന്നിലാകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. സോറി, 2020 സാധനം 2026 അടിച്ചത് ക്ഷമിക്കണം. ഈ ഫോട്ടോ ഇന്നേ വരെ ഞാൻ ഇങ്ങനെ വല്ല പോസ്റ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ? ഇത് ആദ്യമായിട്ടാണ്. നമ്മൾ ഞാൻ ഏകദേശം 2004 ജനിച്ചെങ്കിലും എന്റെ മൈൻഡ് സെറ്റ് ഏകദേശം 90കളിൽ കിടക്കുകയാണ്. എന്റെ ഉള്ളിലെ ജെൻസിയെ ഞാൻ എങ്ങനെയെങ്കിലും ഉണർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് തന്നെ പലയിടത്ത് കളറൊക്കെ ആയി, ബ്രൊക്കോളി ആയി തലയില്. നീ ഇപ്പൊ നാളെ ഞാൻ തന്നെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യും. ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ട് വീഡിയോ നീ അങ്ങനെയൊക്കെ ആയിരിക്കും. അങ്ങനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് മനസ്സിലായി. ജീവിക്കണം, കാശ് വേണം, തുണി ഉരിയണം, ഇതൊക്കെ. ഫാത്തിമ ഈ വീഡിയോ കൂടെ പ്രൈവറ്റ് ആക്കിയേക്കാം. വേണ്ട. ഈ ഫോട്ടോ എന്നെ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് അടുപ്പിച്ച ഫോട്ടോയാ. ഒരു ഫോട്ടോയ്ക്ക് 20 രൂപ വെച്ച ഇതെടുത്ത പുള്ളിക്കാരൻ മേടിച്ചു. അതും പുള്ളിക്കാരൻ അലട്ടി മേടിപ്പിച്ച് ഒരു 500 ഫോട്ടോ എടുപ്പിച്ച്. ആ രണ്ടുപേരും ഇങ്ങനെ പിടിച്ച് സ്മൈൽ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാ പറഞ്ഞു. സോറി, യു ആർ നോട്ട് എ സിഗ്മ. മനസ്സിലായി സിഗ്മ എന്തോ സിഗ്മ. such a beautiful duo ever. ഈ കമന്റ് വായിച്ച 5 മിനിറ്റ് കഴിഞ്ഞിട്ടല്ല അവൾ എന്നെ കസേര എടുത്ത് അടിച്ചത്. ഇതിലേക്ക് വ്യൂസ് ഉണ്ട്. 3 മില്യൺ, 1.8 മില്യൺ, 6 മില്യൺ. സത്യം പറയാമല്ലോ, ഞാൻ തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പിള്ളേർ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്തിരുന്ന വീഡിയോസിനൊന്നും ഇത്രയൊന്നും വ്യൂസ് കിട്ടാറില്ല. കഷ്ടിച്ച് 100K കിട്ടി. അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ കണ്ടുപിടിക്കൂ ഒരാളെ ഇതുപോലെ വീഡിയോസ് ചെയ്യൂ. ഊക്ക് കിട്ടിയാൽ എന്താണ് വ്യൂസ്? സത്യത്തിൽ മാലിനെ ആദ്യം കണ്ടപ്പോ ഒരു സ്പാർക്കുണ്ടായി. ഐ ലവ് യു മാലിനെ. നീ നിன்ற ഇടം என்றான் വിലയേറി പോകാതെ നീ ചെന്നും വഴിയെല്ലാം. എങ്ങനെ ഇരുന്ന ചെറുക്കനാ പിന്നെ ഇങ്ങനെ ഇരിക്കുന്നു. ഇപ്പം കൊതം കൊണ്ടിരിക്കുന്നു. ഈ വീഡിയോ ശരിക്കും എന്നെ സ്കാം ചെയ്തതാണ് ഗൈസ്. മീറ്റ് അശ്വതി സനോജ്. ട്രാൻസിഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫേമസ് ആയ ആളാണ് അശ്വതി സനോജ്. ഈ വീഡിയോയിൽ ഇടത്തെ സൈഡിൽ കാണുന്ന അദ്വൈത് എന്ന പയ്യൻ. ആ പയ്യന് ഏത് ഓഡിയോ വെച്ചിട്ടാണ് ഈ അശ്വതി സനോജ് ആ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നു. വീഡിയോ ഇട്ട് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞാണ് ആ പയ്യൻ അറിയുന്നത്. നിങ്ങളെപ്പോലെ തന്നെ ആ പയ്യനും വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അറിഞ്ഞത് അത് എന്തോ സംഭവം എന്ന്. ആക്ച്വലി സത്യം, മീ അഡ്മയറിംഗ് ദ ചോയ്സ് ഐ മേഡ്. അല്ല എന്നെ തന്നെ വേസ്റ്റ്. ഞാൻ ഈ വരുന്ന വരവ് എന്തുവാന്നറിയോ? എനിക്ക് സത്യം പറഞ്ഞാൽ വയ്യ. അത് 8 പ്രാവശ്യം എന്റെ മുഖം ഇങ്ങനെ ഒട്ടി. ആ സമയം ഞാൻ കക്കൂസി പോയിട്ട് വരുന്ന വഴി എടുത്ത വീഡിയോ ഇത്. ഊക്കാൻ പഠിപ്പിച്ചവൻ. അയ്യേടാ വൃത്തിയോട് പറയാടാ. കളിയാക്കാൻ പഠിപ്പിച്ചതെന്ന് പറ. ഊക്കാൻ പഠിപ്പിച്ചവന് കാലുവാ. നീ നിന്റെ തന്തട വരാനോടാ. പിന്നെ അടുത്തവൻ കാലു. മാനവ് മനോഹർ, the worst ever decision you have taken. How could you look at his face, bro? നീ മലയാളി അല്ലാന്ന് തോന്നുന്നു. നീ മലയാളി ആരെന്നെങ്കിലും ഉണ്ടല്ലോ. എന്റെ വായിക്കകത്ത് കയറി ഇറങ്ങാൻ പറ്റത്തില്ല. നിന്റെ തൊലി ഉരിച്ചല്ലോ തൊലി. മാനവ് മനോഹർ ഒറ്റ മലയാളി ആയില്ലേടാ നീ. നിന്റെ മോന്തതിനകത്തില്ല. എല്ലാവരും ഇപ്പൊ കാണിച്ചു തരായിരുന്നു. എനിക്ക് പണ്ടൊരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് അയ്യേ തീട്ട അവനെ കാണാൻ തന്നെ തൂറി വെച്ച പോലെ ഉണ്ടാണ് നിന്റെ തന്തയുടെ വായിലോട്ട്. അടുത്ത എന്നെ കരിവാരിത്തേക്കാൻ ഈ വീഡിയോ എനിക്ക് അറിയാം എന്തുവാ. എന്നെ കരിവാരിത്തേക്കാൻ അടുത്ത സാധനമായിട്ട് ഇറങ്ങിയേക്കുവാ. ക്യാമറ പൊക്കി പിടിച്ചോണ്ട് വരുന്നതിന്റെ കാര്യം എന്തുവാ? വർണറബിൾ ഇടക്കിടക്ക് നാക്ക് ഇതാകും. ഇത് ഞാൻ നല്ല കറക്റ്റായിട്ട് വൾണറബിൾ എന്ന് പറഞ്ഞതാണ് പല തവണ. അത് മാത്രം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇട്ടേക്കാണ് എന്നെ കരിവാരിത്തേക്കാൻ.
ഇത് ഗൈസ് ഇത് മറ്റേ സംഭവമാണ്. നമ്മൾ ആദ്യം കറക്റ്റ് ആയിട്ട് പറയും, എന്നിട്ട് അങ്ങനെ അഭിനയിക്കും. അതാണോ? ഒന്നുകൂടെ പറഞ്ഞു അങ്ങനെ തന്നെയാണോ? അപ്പൊ നമ്മൾ ഈ കറക്റ്റ് ആയിട്ട് പറഞ്ഞു ഒന്നുകൂടെ മാറ്റി വേറെ വേറെ പറഞ്ഞു നോക്കും. അതാണ് എനിക്ക് സംഭവിച്ചത്. എന്നെ പറ്റിക്കുകയായിരുന്നു, ഇവിടെ കാര്യമായിട്ട് പറ്റിക്കുകയായിരുന്നു, പറ്റിക്കപ്പെടുകയായിരുന്നു. കണ്ടോ കണ്ടോ, ഞാൻ പതറി. ആ സമയം ഞാൻ വളിയായി. അതാ ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. പിന്നെ കാരണം IAS ഒക്കെ പഠിച്ചിട്ടുണ്ട്, എന്നിട്ടാ നമ്മളൊന്നും പഠിച്ചിട്ടില്ല. എന്നാലും എനിക്കറിയാം. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരൂ പ്ലീസ്. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരൂ. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരൂ പ്ലീസ്. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി വാങ്ങി തരുമോ? അയ്യോ വിശക്കുന്നു. ഇതാരെ പുതിയ വാട്ടിയ മുട്ട? റാസ് അല്ല, ആസ്. ഞാൻ ആരെയും കളിയാക്കുന്നില്ല. കളിയാക്കി കഴിഞ്ഞാൽ ഞാൻ അവസാനം ഇങ്ങനെ ആയിപ്പോ. ആരെങ്കിലും എനിക്ക് പൊറാട്ട ഇറച്ചി മേടിച്ചു തരുമോ? ഇതെന്തു? എന്താടാ എന്താണ് ഓരോ വിരലും വാച്ച് കെട്ടിയേക്കുവാണോ? അതോ കയ്യില് ട്രാഫിക് സിഗ്നലാണോ? അണ്ണൻ കരാട്ടെ അല്ല ഭരതനാട്യം ഒക്കെ ഒന്ന് ട്രൈ ചെയ്യണം. ഏതായാലും ഇപ്പൊ ഉത്സവ സീസൺ ഒക്കെ അല്ലേ, ഇങ്ങനെ തന്നെ ചെയ്തോണ്ടിരുന്ന. അമ്പലത്തിൽ നിന്ന് ബുക്കിംഗ് ഒക്കെ വരും. ഡാൻസ് സൂപ്പർ ആയിട്ടുണ്ട്. സൂപ്പർ. ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട. അത് ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ടയോ? അപ്പൊ ഇന്ത്യക്കാരുടെ എന്നും പറഞ്ഞ് നീ കാടമുട്ട ആയിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്. അപ്പൊ ആഫ്രിക്കക്കാരുടെ എന്ത് കൊടുക്കും? കറുത്ത മുട്ടയ്ക്ക് അവിടെ പോകും. നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? കഴിച്ചു നോക്കാത്തവരെ ഈ വീഡിയോ ഒന്ന് സേവ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട. ഒരു എനിക്കൊക്കെ തന്നെയുണ്ടോ ബ്രിട്ടീഷുകാരുടെ വെളുത്ത മുട്ട? പാത്രത്തിലേക്ക് 2-3 ഉരുളക്കിഴങ്ങും വെളുത്ത മുട്ട. ഇതെന്തു? കൊട്ടാരക്കര കൊല്ലം KSRTC ബസ് സ്റ്റാൻഡ് യാത്ര ചെയ്യുമ്പോൾ എനിക്കുണ്ടായ മോശ അനുഭവം. ആ വീഡിയോ മൊത്തവും ഞാൻ അരിച്ചു പെറുക്കി കണ്ടു നോക്കി. അതില് 0 പ്രോബ്ലംസ്, ഒരു പ്രശ്നവും ഞാനത് കണ്ടില്ല. ഇരിക്കുന്ന ആടെ മോഹം കയ്യും ഒന്നും അനങ്ങുന്നതായിട്ട് ഈ വീഡിയോ കാണിക്കുന്നില്ല. പിന്നെ ബസ്സിൽ കയറി കഴിഞ്ഞാൽ KSRTCക്ക് അത് ഇത്ര സ്ഥലമൊക്കെ ഉള്ളൂ. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറുള്ളത്. ഇതിനകത്ത് ഒരു മോശമായിട്ടുള്ള കാര്യങ്ങളും കാണാൻ പോലും പറ്റുന്നില്ല. ഒത്തിരി സ്ഥലമില്ലാത്തടത്ത് ആമ്പിള്ളാർ ആരെങ്കിലും പെമ്പിള്ളാർ ഇപ്പുറത്ത് ചെന്നിരുന്ന ഒരു വീഡിയോ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇപ്പുറത്തിരുന്ന ആമ്പിള്ളാർ ഓട്ടോമാറ്റിക്കലി തെറ്റിയാരനാവൂ. പിന്നെ ക്യാമറ ഓണാക്കിയതിന് മുമ്പോ അതിന് ശേഷം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല ആ സമയം? പിന്നെ ഒരാളുടെ കയ്യോ കാലോ അറിയാതെങ്കിലും നിങ്ങളുടെ ദേഹത്ത് മുട്ടുമ്പോൾ പ്രശ്നം ഉണ്ടാവുന്ന ആളാണെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ടുള്ള വണ്ടിയിലെ പോവുള്ളൂ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകരുത്. കയറി പിടിക്കുന്നത് വേറെ കേസ്, അല്ലാതെ അവസ്ഥ കൊണ്ട് കുറച്ച് അടുത്തിരിക്കേണ്ടി വരുന്നത് വേറൊരു കേസ്. ഈ പെണ്ണുങ്ങളെല്ലാം കൂടി ഒരു ട്രെൻഡ് ആക്കി എടുക്കാൻ നേരം ഇത് അനുഭവിക്കാൻ വന്നത് ശരിക്കും ഇതിന് വിക്ടിംസ് ആയ പെമ്പിള്ളാരായിരിക്കും. അവരെ പട്ടിയാക്കും നാട്ടുകാർ. 2026 നമുക്ക് യൂട്യൂബിൽ ഒരുപാട് പ്ലാനുകളുണ്ട്. ഞാൻ നിങ്ങൾ എല്ലാവരും ഞെട്ടിച്ചിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.